ഹലോ ബഹ്റൈൻ. നമ്മളിൽ പലരും നമ്മുടെ ബിസി സ്കെഡ്യൂൾ മറക്കുന്നത് തിയേറ്ററിൽ പോയിരുന്നിട്ട് ഒരു മൂവി കാണുമ്പോഴാണ്. 2-3 hours നമ്മൾ എല്ലാം മറന്ന് ഫുൾ മൂവിയിലേക്ക് ഇൻവോൾവ് ചെയ്തിരുന്ന് കാണാറുണ്ട് അല്ലെ? എസ്പെഷ്യലി ഫീൽ ഗുഡ് ആയിട്ടുള്ള ഫാമിലി എന്റർടൈനേഴ്സ്, ഫാമിലിയിലെ എല്ലാ ഏജ് ഗ്രൂപ്പിന്റെ ആൾക്കാരോടൊപ്പം ഇരുന്ന് കാണാൻ പറ്റുന്ന മൂവി. അതേപോലത്തെ ഒരു മൂവിയാണ് ജൂൺ 7 റിലീസ് ആവാനിരിക്കുന്ന ലിറ്റിൽ ഹാർട്സ്. അപ്പോ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു മാജിക്കൽ ഫീൽ ഒക്കെ ഉണ്ട്. ലിറ്റിൽ ഹാർട്സിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് ഒരുമിച്ച് സ്വാഗതം ചെയ്യാം ലിറ്റിൽ ഹാർട്സിലെ ബിഗ് ഹാർട്സിലെ ടീം മെമ്പേഴ്സ്. വെൽക്കം സാൻഡ്ര, വെൽക്കം ഷെയ്ൻ, വെൽക്കം. Thank you so much. സോ മൂവി റിലീസ് ജൂൺ 7. എക്സൈറ്റ്മെന്റ് ലെവൽ? എക്സൈറ്റ്മെന്റ്, നെർവസ്നെസ് എല്ലാം ഉണ്ട്. എക്സൈറ്റ്മെന്റ് എല്ലാം എന്താ പറയാ, ഓവർഫ്ലോ ഓഫ് ഇമോഷൻസ് ആണ്. സന്തോഷമുണ്ട്, കാരണം ഇത്രയും ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് ഞങ്ങൾ അത്രയും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സിനിമ പുറത്തു വരുന്നു എന്നുള്ള കാര്യത്തിലും, പിന്നെ അത് ഓഡിയൻസ് കാണാൻ പോവാന്നുള്ള ഒരു കാര്യത്തിലും, എല്ലാം കൊണ്ടും യുനോ. ഓക്കെ. അപ്പോ ഫസ്റ്റ്ലി ഓൾ ദി ബെസ്റ്റ്. Thank you so എല്ലാം much. ഹിറ്റ് ആയിട്ട് നടക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഞാൻ ഫസ്റ്റ്ലി തന്നെ മൂവിയുടെ ടൈറ്റിലിനെ കുറിച്ചാണ്, ലിറ്റിൽ ഹാർട്സ്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ കേൾക്കുമ്പോ തന്നെ ഒരു മാജിക്കൽ ഫീൽ ഒക്കെ ഉണ്ട്. അപ്പൊ ഈ പേര് പറയുന്നത് പോലെ ഇസ് ഇറ്റ് ലൈക്ക് ഒരു മാജിക്കൽ മൂവിയാണോ, റിയലിസ്റ്റിക് മൂവിയാണോ, എങ്ങനെയാണ്? ഇത് രണ്ടുമല്ല, ഇതൊരു റോംകോം ആണ്. ഒരു റൊമാൻറ്റിക് കോമഡി മൂവിയാണ്. ലൈറ്റ് എന്താ പറയുക, ഫീൽ ഗുഡ് മൂവി. ഈ ടൈറ്റിലേക്ക് വന്നത് ഇതിന്റെ സ്ക്രിപ്റ്റില് ആദ്യം ഉണ്ടായിരുന്നു. ഈ ലിറ്റിൽ ഹാർട്സ് എന്ന് പറഞ്ഞ ബിസ്ക്കറ്റ്സ്, അതിനൊരു റോൾ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇനിഷ്യലി. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ സിനിമയായി വന്നു കഴിഞ്ഞപ്പം ഇത് കട്ടായി, കട്ടായി വന്നു കഴിഞ്ഞപ്പോ അതങ്ങ് പോയി. പക്ഷെ എന്നാലും ഈ സിനിമയുമായി ഒരുപാട് എന്താ പറയാ, മാച്ച് ചെയ്യുന്ന ഒരു പേരാണ് ലിറ്റിൽ ഹാർട്സ്. അതിന് കാരണം ലവ് സ്റ്റോറിയാണ്. അത് 3 ലവ് സ്റ്റോറീസ് ആണ് പറയുന്നത്. ഹൃദയമാണല്ലോ. അതെ, എല്ലാം അതാണല്ലോ എല്ലാം. അപ്പൊ കംപ്ലീറ്റ്ലി റിയലിസ്റ്റിക് ആയിട്ടുള്ള മൂന്ന് റിയലിസ്റ്റിക് ആണോ സിനിമാറ്റിക് ആണോ അറിയില്ല, അത് പ്രേക്ഷകർ തീരുമാനിക്കണം. പക്ഷെ ഇത് രണ്ടിന്റെ ഇടയിലായിരിക്കും. ഭയങ്കര റിയലിസ്റ്റിക് ആണ് അല്ലെങ്കിൽ ഭയങ്കര സിനിമാറ്റിക് ആണെന്നുള്ളതിലുപരി എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ലവ് സ്റ്റോറീസ് ആണ്. സോ ബിക്കോസ് നമ്മൾ യൂഷ്വലി ലവ് സ്റ്റോറീസ്, ഐ മീൻ സിനിമ ഉണ്ടായ കാലം തൊട്ടേ റൊമാൻറ്റിക് ആ ഒരു ജോണർ എല്ലാരും കാണാൻ ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷെ സ്ഥിരം നമ്മളെന്താ, ഒരു ഒരു പെൺ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സോൾവ് ആവുന്നു, ഹാപ്പിലി എവർ ആഫ്റ്റർ, അങ്ങനെ. അപ്പൊ അതല്ലാതെ എല്ലാവർക്കും ഇത് തന്നെയാണ് എല്ലാ സിനിമയുടെ, എല്ലാ ലവ് സ്റ്റോറിയുടെയും കഥ. അപ്പൊ ഇതെല്ലാവർക്കും ഈ കഥ അറിയാമെങ്കിൽ പോലും ലവ് സ്റ്റോറി കാണാൻ എല്ലാവർക്കും ഇഷ്ടം. അതെ, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ ഇതിനകത്ത് നമ്മള് ഇപ്പം നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് വിഷ്വലി ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ചേഞ്ചസ് ആണ്. പിന്നെ ചില ഈ ലോകത്ത് തന്നെ ആകെ 7 തരത്തിലുള്ള കഥകളെ ഉള്ളെന്നാ പറയുന്നത്. അപ്പൊ അത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ പിന്നെ യൂഷ്വലി ലവ് സ്റ്റോറി എന്ന് പറയുമ്പോൾ എല്ലാവരും എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഒരു ടീനേജ് ആ ലവ് സ്റ്റോറീസ്, അല്ലെങ്കിൽ കോളേജ് ലവ് സ്റ്റോറീസ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ലവ് സ്റ്റോറീസ് ആയിരിക്കും എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അറിയും നമ്മുടെ എവറിഡേ ലൈഫിൽ നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയാൻ വിട്ടുപോകുന്ന ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആ വാല്യൂ കൊടുക്കാത്ത ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒന്ന് ഞങ്ങളുടെ രണ്ടുപേരുടെ ലവ് സ്റ്റോറിയാണ്. പിന്നെ വരുന്നത് ഷെയ്ന്റെ ഫാദറായി ചെയ്യുന്ന ബാബു ചേട്ടനാണ്. അവരുടെ ഒരു ലവ് സ്റ്റോറി ഉണ്ട്. പിന്നെ വേറൊരു ലവ് സ്റ്റോറിയും കൂടെ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞ, എല്ലാ ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും നമുക്ക് അറിയുന്ന സ്റ്റോറീസ് ആണ്, പക്ഷെ പലപ്പോഴും നമ്മൾ പറയാറില്ല അങ്ങനെയുള്ള കഥകൾ. സോ അങ്ങനെയുള്ള 3 കഥകളാണ് സിനിമയില്. ഇപ്പൊ ബാബു ചേട്ടന്റെ കാര്യം പറഞ്ഞപ്പോഴാ, ആക്ച്വലി ഇത് ബാബു ചേട്ടനെ ഡയറക്റ്റ് ചോദിക്കണ്ടേ, പക്ഷെ ഞാൻ ഇവിടെ ചോദിക്കുന്നു. നമ്മള് വില്ലനായിട്ടാണ് കണ്ടേക്കുന്നത്, ഫുൾ എപ്പോഴും വില്ലനായിട്ട് വരുമ്പോ തന്നെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വില്ലൻ. പക്ഷെ ഐ തിങ്ക് ഫ്രം സോൾട്ട് ആൻഡ് പെപ്പർ മുതല്, സോൾട്ട് ആൻഡ് പെപ്പറിൽ ആ ഒരു കൂടെ പോരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോ ആ ഒരു നോട്ടവും ആ ഒരു ക്യൂട്ട്നെസ്സും, പിന്നെ അതിനുശേഷം നമ്മൾ കോമഡിയിൽ കണ്ടിട്ടുണ്ട്, കോമഡി എലിമെന്റിൽ കണ്ടിട്ടുണ്ട്, ബട്ട് റൊമാൻറ്റിക് എലിമെന്റില് ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്. അപ്പൊ ഈ ഒരു കാസ്റ്റിംഗിലേക്ക് എങ്ങനെയാണ് ബാബുചേട്ടൻ എത്തിപ്പെട്ടത്? ബാബുചേട്ടൻ വന്നത്, ബാബുചേട്ടൻ ഈ അച്ഛൻ ക്യാരക്ടർ എന്നുള്ള രീതിയിൽ അതിനകത്ത് ആ ലവ് സ്റ്റോറി ചെയ്യാൻ വേണ്ടി ബാബുചേട്ടനെ കൊണ്ടുവന്നതല്ല, ആ അച്ഛൻ ക്യാരക്ടർ മാത്രം നോക്കിയിട്ടാണ് ബാബുചേട്ടനെ കൊണ്ടുവന്നത്. അപ്പൊ അതിന് ബാബുചേട്ടൻ ആപ്റ്റ് ആയിരുന്നു. ഈ ലവ് സ്റ്റോറി ബാബുചേട്ടനെ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ബാബുചേട്ടന് പറ്റില്ലായിരുന്നു പല സമയത്തും. പക്ഷെ വീഴുമ്പോ പിടിക്കുമ്പോ അതൊക്കെ ഞാൻ ബാബുചേട്ടനെ കളിയാക്കി കൊന്നിട്ടുണ്ട്. ഉമ്മറിനെ പോലെ അതൊക്കെ പറഞ്ഞു കൈ പിടിച്ചിട്ട് എക്സ്പ്രഷൻ ഒക്കെ കൊടുക്കുന്നു. അപ്പൊ ബാബുചേട്ടൻ ഭയങ്കര ടെൻഷനും ആയിരുന്നു ചെയ്യാനായിട്ട്. അപ്പം സിനിമ കാണുമ്പോൾ ബാബുചേട്ടൻ ഫുൾ ഇങ്ങനെ
ലവ് സീൻസ് വരുന്ന സീനിൽ ഇവര് ഫസ്റ്റ് മറ്റേ റെസ്റ്റോറന്റിലെ സീനൊക്കെ ഇല്ലേ, അതിലൊക്കെ ബാബുചേട്ടൻ ഇങ്ങനെ ആ കാലം ഇങ്ങനെ അതുകൊണ്ട് ഭയങ്കര ടെൻഷൻ അങ്ങനത്തെ സീനൊക്കെ വരുന്നത്. ആ സമയം ഞാനും ബാബുചേട്ടനും കൂടെ ഉള്ള സീൻസ് ഉണ്ട്, അച്ഛനും മകനും. അത് ബാബുചേട്ടൻ പൊളിച്ചിട്ടുണ്ട്. അത് ഭയങ്കര രസമായിട്ട്, അത് ഇവരുടെ കെമിസ്ട്രിയും ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. സിനിമ കണ്ടു കഴിയുമ്പം ആളുകൾ സംസാരിക്കുക അതായിരിക്കും അച്ഛൻ മകൻ റിലേഷൻഷിപ്പ്. അതെ. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഇടയ്ക്ക് സ്റ്റേറ്റ്മെന്റ് കേട്ടായിരുന്നു, ഞാനൊരു നല്ല അമ്മയാകാൻ ശ്രമിക്കാറില്ല, ഞാൻ എന്റെ മക്കൾക്ക്. ഐ തിങ്ക് അത് പേരന്റിങ്ങിന് എന്താ പറയാ, ഇപ്പോഴത്തെ പുതിയ പേരന്റ്സിന് അതൊരു ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും ഇൻസ്പയർഡ് ആയിട്ടാണോ ഈ അച്ഛൻ മകൻ റിലേഷൻഷിപ്പ്? അതും എന്റെ പേഴ്സണൽ ലൈഫും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഭയങ്കര ഫൺ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് തോന്നുന്നു ട്രെയിലർ കണ്ടിട്ട്. അതെ അതെ, അച്ഛൻ മകൻ ഇവരുടെ ഈ അച്ഛൻ മകൻ പോലെ തന്നെയാണ് ഞാനും എന്റെ പപ്പയായിട്ടുള്ള റിലേഷൻഷിപ്പ്. അപ്പൊ പിന്നെ പേഴ്സണൽ ലൈഫ്. പക്ഷെ സിനിമ എന്റെ അടുത്തേക്ക് വന്നതാണ്, അല്ലാതെ ഞാനായിട്ട് ഉണ്ടാക്കിയ സിനിമയല്ല. അപ്പൊ എന്റെ അടുത്തേക്ക് വന്നതാണ്. ചിലപ്പോ ഇങ്ങനെയൊക്കെയുള്ള എലമെന്റ്സ് എന്നെ അതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവാം. ഓൾസോ ഇതിന്റെ അനൗൺസ്മെന്റ്, മൂവിയുടെ അനൗൺസ്മെന്റ്, ആ റീല് അടിപൊളിയായിരുന്നു. അച്ഛന്റെയും മകന്റെയും റോളും ഞാൻ ഷാറുഖ് ഖാനെ പോലെ തന്നെ ചെയ്തു. അത് പിന്നെ ഷൈൻ ടോമിന്റെ മറ്റേ ഐറ്റം ഡാൻസും, പിന്നെ ബാബു ചേട്ടനായിരിക്കും ബൈസെപ്സ് ഉണ്ടാക്കാൻ പോയപ്പോ എന്റെ റോൾ ഇവൻ അടിച്ചു മാറ്റും എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഈ ഒരു അനൗൺസ്മെന്റ് രീതി എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാരും ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ട്, സിമ്പിൾ ആൻഡ് ഭയങ്കര കാച്ചി ആയിട്ടാണ് സോഷ്യൽ മീഡിയയിലെ കൂടെ അനൗൺസ്മെന്റ്സ് ചെയ്യുന്നത്. സോ ഇറ്റ് വാസ് വെരി നല്ല രസമായിരുന്നു. അത് ഞാൻ കുറെ പ്രാവശ്യം കണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക്, ആ ഒരു വീഡിയോയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? നമുക്ക് ഇങ്ങനെ അനൗൺസ് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ അത് നമുക്ക് അതിലൊരു തുടക്കം ഇടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ചെയ്തതിനു ശേഷം ഒരുപാട് പേര് അത് ചെയ്തു അതേപോലെ ആ പാറ്റേണില്. ഇത് തുടക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ PR ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട്, മഞ്ജു എന്ന് പറഞ്ഞിട്ട് PR. അപ്പൊ ചേച്ചി പറഞ്ഞു എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യൂ, നിങ്ങൾ അനൗൺസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ അങ്ങനെ എന്താ ചെയ്യാൻ പറ്റുന്നത്, അങ്ങോട്ട് ഇതിലൊരു ഡിഫറെന്റ് കോൺസെപ്റ്റ് ആലോചിച്ചാലോ എന്ന് ഞാൻ ഷെയ്ൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം അങ്ങനെയാണ് അങ്ങനെ ടീമിലും സംസാരിച്ചു. അങ്ങനെ അപ്പം എന്നാ പിന്നെ സ്വന്തമായിട്ട് ട്രോൾ ചെയ്തോണ്ടൊരു സാധനം ചെയ്യാമെന്ന് ഷെയ്ൻ പറഞ്ഞു. അങ്ങനെയാണ് ആ കോൺസെപ്റ്റ് ഉണ്ടാവുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അതങ്ങനെ വന്നതുകൊണ്ടാണ് അതിന് അത്രയും റീച്ച് കിട്ടിയത്. അല്ല നമ്മൾ സിമ്പിൾ ആയിട്ടൊരു സിനിമ അനൗൺസ് ചെയ്യും, ഇതേപോലെ തന്നെ വീഡിയോ വെറുതെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു വന്ന ഒരിക്കലും അതിന് ഈ പറയുന്ന ഒരു റീച്ച് കിട്ടില്ലായിരുന്നു. പക്ഷെ ആ വീഡിയോയില് മഹിമേനെ കണ്ടില്ലായിരുന്നല്ലോ. ആ സമയത്ത് അനഘയായിരുന്നു നായിക. അത് കഴിഞ്ഞ് പിന്നെ അനഘയുടെ ഇഷ്യൂ കാരണം മാറിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ. കാരണം ഞാൻ വേറെ ഏതൊരു ഇന്റർവ്യൂലും കേട്ടായിരുന്നു, ലൈക്ക് ഇതിന് കാസ്റ്റിങ്ങിന് വിചാരിച്ച ആൾക്കാരല്ല, അതിനെക്കാളും കിടില ആൾക്കാരാണ് ഫൈനലി എത്തിപ്പെട്ടത്. മാത്രല്ല സിനിമയുടെ മൊത്തം കാര്യങ്ങളിൽ എല്ലായിടത്തും ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ ഇതെല്ലാം ഇപ്പോഴും ഇതെല്ലാം അവസാനം ഏറ്റവും നല്ലതായിട്ട് തന്നെയാണ് അവസാനിക്കാറ്. അപ്പൊ കാസ്റ്റിങ്ങിന് വേറെയും കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാസ്റ്റിംഗ് ഇഷ്യൂസ് അല്ല, ഇപ്പം എനിക്ക് തോന്നുന്നു ആദ്യം ഫൈനലൈസ് ആദ്യം തീരുമാനിച്ച ആള് തന്നെ ആവണമെന്നില്ലല്ലോ ഇപ്പൊ നമ്മുടെ സിനിമ ഓൺ ആയതിനു ശേഷം വരുന്നത്. അപ്പൊ അതായിരിക്കും ചേച്ചി എല്ലാ കാസ്റ്റിലും അതുണ്ടായിരുന്നു. അപ്പൊ ഇനി ഷെയ്നോട് ചുമ്മാതെ ഇരിക്കുന്നു, എന്തെങ്കിലും കുറച്ച് നേരമായി ഓക്കെ. അപ്പൊ നമ്മുടെ മലയാളത്തിൽ നമ്മുടെ ഇൻഡസ്ട്രിയിലൊക്കെ എന്താ പറയാ ഐക്കോണിക് കപ്പിൾസ് ഒത്തിരി പേരുണ്ടല്ലോ. ഓൺ സ്ക്രീൻ വരുമ്പോ തന്നെ കിടിലം എന്ന് തോന്നുന്ന കപ്പിൾസ്. ഇപ്പൊ ലാലേട്ടൻ, ശോഭന, ദിലീപ് കാവ്യ, ദിലീപ് മമത, ഷാറുഖ് ഖാൻ ആൻഡ് കജോൾ, അവരൊക്കെ സ്ക്രീനിൽ വരുമ്പോ തന്നെ ലൈക്ക് കൊള്ളാം അങ്ങനത്തെ. അപ്പൊ RDX ഫ്രം ദാറ്റ് മൂവി നിങ്ങൾ രണ്ടുപേരും ആ ഒരു ലെവലില് ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്. പക്ഷെ അതിലെ റോബോട്ടിനും എനിക്കും ഒന്നിക്കാൻ പറ്റിയില്ല. വെരി സാഡ്. അപ്പൊ ഈ ഏഡൻ പൂവേലെ അതിന്റെ അടിയിൽ ഒരു കമന്റ് കണ്ടിരുന്നോ? RDXന്റെ സെറ്റിന്ന് റോബോട്ടും ഒളിച്ചോടി ലിറ്റിൽ സെറ്റില് അവിടെ വന്നിട്ട് നിങ്ങള് സിബിയും ശോശയായിട്ട് ജീവിക്കുന്നു. അപ്പൊ ഇതില് ജീവിക്കുന്നുണ്ടോ ഹാപ്പി ആയിട്ട്? ഹാപ്പി എൻഡിങ് അത് ഞാൻ പറയത്തില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് തുടക്കത്തില് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യം മഹിമനെ വെക്കാന്ന് പറഞ്ഞപ്പോ ഈ RDXന്റെ സെയിം കോമ്പിനേഷൻ വേണ്ട എന്ന് വിചാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഈ
എല്ലാം കൂടെ കറങ്ങി തിരിഞ്ഞു വന്നപ്പോൾ മഹിമ തന്നെ വന്നു. ഇപ്പം എനിക്ക് ഇവരെ തന്നെ വെച്ചിട്ട് ഒരു സിനിമയും കൂടെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത്രയും കെമിസ്ട്രി ഉണ്ട്. അതെ അതെ, ആ കെമിസ്ട്രി കാര്യം ചോദിച്ചപ്പോ നിങ്ങൾ ഓഫ് സ്ക്രീൻ ഭയങ്കര chums ആണോ? പക്ഷെ ആഡിയൻസ് ചെയ്യുമ്പോ ഒന്നുമില്ലായിരുന്നു, ഒട്ടും ഒന്നുമില്ലായിരുന്നു. ഒരു എന്താ പറയാ, ഒരു കോൺവെർസേഷനും ഇല്ല, ഒരു ഇന്ററാക്ഷനും ഇല്ല, ഒന്നുമില്ല. ഇപ്പോഴത്തെ കെമിസ്ട്രി On screen was, yeah. But then ലിറ്റിൽ ഹാർട്സ് തുടങ്ങുമ്പോഴും കാര്യമായ കോൺവെർസേഷൻ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ടുവേർഡ്സ് ക്ലൈമാക്സ് എൻഡിങ് വരുന്ന സമയത്ത്, ആ ഫൈനൽ സ്കെഡ്യൂൾ ഒക്കെ വരുമ്പോഴാണ് ഞങ്ങളൊന്ന് സംസാരിച്ചു തുടങ്ങിയത്. ഇൻട്രോവേർട്ട് ഷെയ്ൻ ഇൻട്രോവേർട്ട് അല്ല, ഷെയ്ൻ ഒന്ന് സംസാരിച്ച് തുടങ്ങാൻ ഒരു സമയം എടുക്കും, നല്ലൊരു സമയം എടുക്കും. സംസാരിക്കൂ. എന്താണ് അല്ല കാര്യങ്ങളെല്ലാം പറയണ കറക്റ്റാണ്. ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയൂ. ഓഫ് സ്ക്രീൻ ഇപ്പൊ ഈ ലിറ്റിൽ ആർട്സ് തീരാറായപ്പോഴാണ് ഫ്രണ്ട്സ് ആയത്. പിന്നെ ഇതുവരെ ഫ്രണ്ട്സ് ആണ് അല്ലേ? എന്നാ പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ നമ്മള് മൂവി കാണുന്നു, ബട്ട് അതിനേക്കാൾ എനിക്ക് തോന്നുന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതിന്റെ BTS ആണ്. ഐ തിങ്ക് ഏതൊരു ക്രിയേഷന്റെ പിന്നിലും BTS ഇസ് ലൈക്ക് അമേസിംഗ് ടു വാച്ച്. അതിലിപ്പോ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, കോമഡി ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ ഷെയ്ൻ പറയും, ഈ സെറ്റില് കോമഡി ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് നടന്ന എന്തെങ്കിലും ഒരു കാര്യം. കോമഡി ആയിട്ട് ത്രില്ലിംഗ് ആയിട്ടൊക്കെ നടന്നത് എന്താണോ? കോമഡി 4ാമത്തെ ദിവസം പടം ഷൂട്ട് തുടങ്ങി. അപ്പൊ നിങ്ങള് പ്രൊമോ വീഡിയോയിൽ കണ്ട നായികക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യണായിരുന്നു. ഒരു 3 ദിവസമായി. അപ്പൊ നാളെ മുതൽ നായിക വരുമല്ലോ. അപ്പൊ അവിടെ ചാർട്ട് ചെയ്യുമ്പോ മറ്റേ സീനാണ് ഓക്കെ. അപ്പൊ നാളത്തെ അല്ല, നമുക്ക് മറ്റന്നാൾ വരുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് വേറെ ഏതോ സീൻ പിന്നെ അടുത്ത ദിവസം ചെയ്തു, പിന്നെ അങ്ങനെ അടുത്ത ദിവസം ചെയ്തു. ലാസ്റ്റ് ചെയ്യാൻ സീനുകളില്ല. നായിക ഇല്ലെങ്കിൽ ഷൂട്ട് നിന്ന് പോകുന്നുള്ള അവസ്ഥയെ. അവര് എന്തോ ഡേറ്റ് ഇഷ്യൂ അങ്ങനെ എന്തോ പറഞ്ഞ അവര് പോയി, അനൊക്കെ പോയി. അപ്പൊ പിന്നെ അങ്ങനെ കൊറേ ഞങ്ങൾ നോക്കി ലാസ്റ്റ് എങ്ങനെയോ ഞങ്ങൾ ചേച്ചിയാണ് ആദ്യം സംസാരിക്കുന്നത്. അപ്പൊ എനിക്കും വേറൊരു ഡേറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു സമ്മതിക്കും എന്നുള്ളത്. ഞാൻ വെറുതെ ഒന്ന് വിളിച്ചു നോക്കിയതാ, കിട്ടിയാ കിട്ടി എന്നുള്ള ഇതില്. അപ്പം എനിക്കും ശരി, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്നുള്ള ഒരു ഇതായിരുന്നു. അതുവരെ സംസാരിക്കാത്ത ഷെയ്ൻ അന്ന് വൈകുന്നേരം എന്നെ വിളിച്ചു. അതുവരെ, അതായത് ആർഡിഎക്സിന്റെ സമയത്തോ അല്ലെങ്കിൽ അതിന്റെ പ്രൊമോഷന്റെ സമയത്തോ ഒന്നും സംസാരിക്കാത്ത ഷെയ്ൻ അന്ന് ഈവനിങ് എന്നെ വിളിച്ചിട്ട് ഡേറ്റ് ഓക്കെ ആണെങ്കിൽ ചെയ്യാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ ഞാൻ പിന്നെല്ലാം ഇതൊക്കെ ഞാൻ മനസ്സിലാക്കാൻ വൈകിപ്പോയി. ഇത് ഞാൻ വൈകിപ്പോയി മനസ്സിലാക്കി. ഞാൻ വിചാരിച്ചു ചിലപ്പോ ഒരുപക്ഷെ ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം എല്ലാം മനസ്സിലായി. എനിക്ക് ഷൂട്ട് തുടങ്ങി ഒരാഴ്ച കഴിയുമ്പോ തന്നെ നല്ല ധാരണയായി. വെരി ഹാപ്പി ദാറ്റ് ഐ എം പാർട്ട് ഓഫ് ദിസ് മൂവി. കാരണം അങ്ങനെ ഒന്ന് മാറി പോയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം എനിക്ക് നന്നായിന്നേ ഞാൻ പറഞ്ഞു. ആർക്കാണോ എന്താണോ വിധിച്ചേക്കുന്നത് തിരിഞ്ഞു വരുമല്ലോ. ക്രിയേഷൻസിന്റെ ഇതിലാണ്. എക്സാക്ട്ലി. ഓക്കെ, അപ്പൊ വേറെ ഒന്നും, ഇത് എത്ര ദിവസം ഉണ്ടായിരുന്നു ഹോൾ ഷൂട്ട്? അങ്ങനെ പറയാനാണ് കറക്റ്റ് എക്സാക്ട് ഡേറ്റ്സ് എനിക്ക് 64 days ആണെന്നുള്ളൂ. ഓക്കെ, അപ്പൊ 64 days ഒന്നും ഇല്ല രസകരമായിട്ട് പറയാൻ? അല്ല, പല പല കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ അങ്ങനെ എടുത്തു പറയാനായിട്ട് എന്താന്ന് വെച്ചാൽ, ഇതിന്റെ ഏറ്റവും ഫൺ പാർട്ട് എന്താണെന്ന് അറിയാം. ഇപ്പൊ നിങ്ങൾക്ക് ഓൺ സ്ക്രീൻ കാണുന്ന ഒരു ഫൺ ഉണ്ടല്ലോ, ഒരു വൈബ് ഉണ്ടല്ലോ, ഇത് ഞങ്ങൾക്ക് സെറ്റിൽ എവറിഡേ ഞങ്ങൾ ഫീൽ ചെയ്ത. കാരണം ഇത്രയും ആർട്ടിസ്റ്റ് ഒരു ഫാമിലി സബ്ജക്ട് ചെയ്യുക, സീനിയറായ ആക്ടേഴ്സും പുതിയതായി വന്നവരും എല്ലാവരും ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ഫൺ ഭയങ്കര രസമായിരുന്നു. ഈവൻ ബാബു ചേട്ടനാണെങ്കിൽ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീനിൽ ഭയങ്കര എന്താ പറയാ റൗഡി അങ്ങനെ ഒരു ഇതിൽ കണ്ട് മസിലൊക്കെ പിടിച്ച് കാണുന്ന ആള് ഞങ്ങള് ഒരു ലോല ഹൃദയനാന്ന് വിളിക്കാം. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ലോലനാണ് ചേട്ടൻ. അതെ, ഭയങ്കര ലോലനാണ്. പിന്നെ പാർവതി ചേച്ചി, രഞ്ജി പണിക്കർ സാറ്, ഷൈൻ ചേട്ടൻ, ഇവരൊക്കെ കൂടെ ചേർന്നാ പിന്നെ ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ എങ്ങനെയായിരിക്കും. ഡിഫറെന്റ് വൈബ്സ് ഉള്ള ആൾക്കാരായിരുന്നു എല്ലാവരും. അപ്പൊ എല്ലാരും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പിന്നെ കുറെ നൈറ്റ് ഷൂട്ട്സും ഉണ്ടായിരുന്നു. അപ്പം എല്ലാരും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണല്ലോ. പക്ഷെ ഞാനൊരു 10 മണിയാകുമ്പോ പോയി കിടക്കും. എന്റെ വീട്ടിൽ തന്നെ. അപ്പൊ ഞങ്ങളിങ്ങനെ സംസാരിച്ച് അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞ് പോയി കിടക്കും. അപ്പൊ ഞങ്ങള് ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കും. കുറച്ചും കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും രാവിലെ എഴുന്നേറ്റു 5 മണിക്ക് എഴുന്നേക്കൊണ്ടിരിക്കും. അപ്പോഴും ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞിട്ടില്ല. ഒരു ദിവസം പക്ഷെ ഞാൻ ഉറങ്ങിയില്ല. ഉറങ്ങി ഇങ്ങനെ ഒരു
പിന്നെ ഓക്കെ അവസാനം ഷെയ്ൻ വിളിക്കുന്നുണ്ടല്ലോ അതാ നൈറ്റ് മൂഡ്, ഒരു നൈറ്റ് ഫുള്ള് ജോൺസൺ വിളിച്ചു ജോൺസൺ. അന്ന് ഞാൻ ദിബിലായിട്ട് പിണങ്ങിയിരിക്കുകയായിരുന്നു, അവിടെ ഇറങ്ങി വരാനൊന്നല്ല. ശരിക്കും കഥാപരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. അതായത് മുറ്റത്താണ് ഈ സീൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷെയ്ൻ ബഹളം വെക്കുന്നു, ഷൗട്ട് ചെയ്യുന്നു, ഞങ്ങള് ഷൗട്ട് ചെയ്യുന്നു, ഇത് എല്ലാരും കൂടെ ബഹളം. അത് ഈ രാത്രി 1 മണിക്കും 2 മണിക്കും 3 മണിക്കും ഇരുന്നാണ് മുറ്റത്തുനിന്ന് ബഹളം വെക്കുന്നത്. അപ്പുറത്തെ വീട്ടുകാര് പ്രശ്നം. അതാ ജീപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു, ആ ജീപ്പിനാണ് ഭയങ്കര സൗണ്ട്. അങ്ങനെ ഞങ്ങളാരും കിടത്തി ഉറക്കിയിട്ടില്ല ആ ഒരു ഷെഡ്യൂൾ. സെറ്റിൽ ആരായിരുന്നു ഏറ്റവും കൂടുതൽ ഫൺ? ബാബുചേട്ടന് പിണക്കുന്നുണ്ട്, അത് ഭയങ്കര രസം. ബാബുചേട്ടൻ അനാവശ്യ കാര്യത്തിന്, ചെറിയ കാര്യത്തിന് കുഞ്ഞു പിള്ളേർ പോയി പിണങ്ങി മാറിയിരിക്കുന്ന പോലെ ഇരിക്കും. പിന്നെ എന്തെങ്കിലും പറയുമ്പം ഇപ്പം എന്തെങ്കിലും ഒരു സജഷൻ ഷോട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തിനാ നിൽക്കുന്നത്, അത് അങ്ങനെ എപ്പോഴും പറയുന്നത് ഇത് കഴിഞ്ഞ് ഞാൻ പോട്ടോ. ബാബുചേട്ടന്റെ ആണ് ലിറ്റിൽ ഹാർട്ട്. അതെ കറക്റ്റാണ്, ആ പേര് കറക്റ്റാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കിപ്പോ മൂവീസിൽ, ഇതിപ്പോ ലിറ്റിൽ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഇപ്പൊ മൂവീസിലേക്ക് പാഷൻ, ലവ് ഫോർ ദ ജോബ്, ഇതൊക്കെ ഇറ്റ്സ് എ ജോബ് ഫൈനലി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. അപ്പൊ മൂവീസിലേക്ക് വന്ന ശേഷം ലൈക്ക് ഇപ്പൊ നിങ്ങള് മൂവീസിലായിരുന്നില്ലെങ്കിൽ നടക്കാത്ത എന്ത് കാര്യമാണ് ലൈക്ക് മൂവീസിലേക്ക് വന്ന ശേഷം നടന്നിട്ട് യു ആർ സോ പ്രൗഡ് അബൌട്ട് ഇറ്റ്, അല്ലെങ്കിൽ യു ആർ സോ ഹാപ്പി അബൌട്ട് ഇറ്റ്? എനിക്ക് മനസ്സിലായില്ല. അതായത് ലൈക്ക് ഇപ്പൊ നിങ്ങൾ മൂവീസിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഈ ഒരു കാര്യം നടക്കില്ലായിരുന്നു, അല്ലെങ്കിൽ പല കാര്യങ്ങളും നടക്കില്ലായിരുന്നു. വന്നില്ലായിരുന്നെങ്കിൽ ഈ കാര്യം നടക്കില്ലായിരുന്നു. മൂവീസിലേക്ക് വന്നതിന് ശേഷം നടന്നത് കൊണ്ട് യു ആർ വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്, അല്ലെങ്കിൽ യു ആർ വെരി പ്രൗഡ് അബൌട്ട് ഇറ്റ്. അത് മൂവിയിലേക്ക് വന്ന് ജോബ് ചെയ്യുന്ന തന്നെയാണ് ഐ എം വെരി പ്രൗഡ് അബൌട്ട് ഇറ്റ്. എനി അച്ചീവ്മെന്റ്സ് ആയിട്ട് ഓഫ് കോഴ്സ് അച്ചീവ്മെന്റ് എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര പ്രൗഡായി തോന്നി. എന്റെ അച്ഛൻ എന്റെ അടുത്ത് ഭയങ്കര പ്രൗഡായി എന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയോ? പണ്ടൊക്കെ എന്റെ ഫാദറിന്റെ പേര് സുധാകരൻ എന്നാണ്, അമ്മയുടെ പേര് വിദ്യ എന്നാണ്. വിദ്യയുടെയും സുധാകരന്റെയും മകൾ എന്ന് പറയും. പക്ഷെ ഇപ്പോ അച്ഛന് ഭയങ്കര അഭിമാനം, മഹിമയുടെ ഫാദർ ആണെന്ന് അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്റെ അച്ഛന് ഭയങ്കര അഭിമാനം അത് കേൾക്കാൻ. അപ്പൊ എനിക്ക് ആസ് എ ഡോട്ടർ അല്ലെങ്കിൽ ഒരു കുട്ടി എന്നുള്ള നിലയിൽ എനിക്ക് ആ ഒരു പ്രൗഡ് ഫീലിംഗ് എന്റെ പേരൻസിന് കൊടുക്കാൻ പറ്റിയത് എനിക്ക് തോന്നുന്നു. വേറെ ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ സിനിമ അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരുപക്ഷെ വേറെ എന്തെങ്കിലും പ്രൊഫഷൻ ആയിരിക്കാം. എനിക്ക് അങ്ങനെ ഒരു സ്ട്രീമിലോട്ട് ഞാൻ പോയിരുന്നു എങ്കിൽ ഇത്രയധികം അവർക്കത് കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുമോ? കാരണം ഒരാളല്ല അല്ലെങ്കിൽ 2 ആളല്ല നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ വർക്ക് കാണുന്നത്. സിനിമ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരുപാട് പേര് കാണുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഒരുപക്ഷെ വേറെ എന്തെങ്കിലും സ്ട്രീം ഓഫ് വർക്ക് ആയിരുന്നു എങ്കിൽ ഈ ഒരു റെക്കഗ്നീഷൻ അല്ലെങ്കിൽ എന്റെ പേരൻസിന് അത് കിട്ടില്ലായിരുന്നിരിക്കാം. അപ്പം എനിക്ക് അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. സോ സ്വീറ്റ്. അപ്പൊ അച്ഛൻകുട്ടിയാണോ? അല്ല, ഞാൻ അച്ഛനും അമ്മയും 2 ആളുടെ എനിക്ക് എല്ലാരും എന്താ ഒന്നുമില്ല. അച്ഛൻകുട്ടി അച്ഛൻകുട്ടി തന്നെ, ഞാൻ പേരൻസ് കുട്ടിയാ. ഭയങ്കര ആയിട്ട് പേരൻസ് കുട്ടിയാ. അപ്പൊ ഷെയ്ന് എന്ത് എന്തെങ്കിലും പറയാം? ഉമ്മച്ചിക്കുട്ടി ഞാൻ തട്ടുവിട്ടാണ് നടക്കുന്നത്. ഉമ്മച്ചിക്കുട്ടി ഉമ്മച്ചിക്കുട്ടി എന്ന് പറഞ്ഞാൽ വേറെ ഒരു മീനിങ് തട്ടത്തിന്മലത്തിൽ പറയാറ്. കോഴിക്കോടുള്ള ഉമ്മച്ചിക്കുട്ടി. എന്താണ് വാട്ട് ഐ എം പ്രൗഡ് ഓഫ്? വന്നില്ലായിരുന്നെങ്കിൽ പോസിബിൾ ആവാതിരിക്കാൻ സാധ്യതയുള്ളൂ. ഇപ്പൊ എനിക്കറിയില്ല, ചിന്തിച്ചിട്ടില്ല സത്യം പറഞ്ഞ. സന്തോഷമായിരിക്കും അല്ലേ? എനിക്കിപ്പോ സിനിമ ചെയ്യുമ്പോഴല്ലേ ഏറ്റവും അധികം സന്തോഷം. ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ അതിൽ നിന്നുള്ള ഔട്ട്കം അല്ലെങ്കിൽ അതിൽ നിന്നുള്ള എൻഡ് റിസൾട്ട് അത് അത്ര എനിക്കറിയില്ല. കാര്യം നമുക്ക് ഒരുപാട് സന്തോഷിക്കാനും അല്ലെങ്കിൽ ഒരുപാട് വിഷമിക്കാനുള്ള ഒന്നും ഇല്ല സത്യം പറഞ്ഞ. അങ്ങനെയാ കാണുന്നത്. വെരി ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൻസർ. ഞാനിത് പഠിച്ചോ ഡിപ്ലോമസി? ലാസ്റ്റ് ഞാൻ അതിൽ ഡിഗ്രി എടുക്കണല്ലോ. എന്ത് ചോദിച്ചാലും എന്റെ കൂടെ നടന്നാൽ മതി, ശരിയായിക്കോളും.
ഡിപ്ലോമസി പഠിക്കാം. ഡിപ്ലോമാറ്റിക് ആയി ഉത്തരം പറയാം. ഡിപ്ലോമാറ്റിക്. അപ്പോ ഈ മൂവി എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? ഇത് കൈലാസ് എന്റെ കഴിഞ്ഞ Music ഒരു 4 പടം മ്യൂസിക് ഡയറക്ടർ ആണ്, സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ആണ്. എന്റെ കഴിഞ്ഞ 3 മൂവീസിന്റെ ഇതും കൂടെ ചേർത്ത് 4ാമത്തെ മൂവിയാണ് കൈലാസ് മ്യൂസിക് ചെയ്യുന്നത്. അപ്പൊ കൈലാസ് ആണ് എന്റെ അടുത്തേക്ക് ഈ പ്രോജക്റ്റ് കൊണ്ടുവരുന്നത്. അപ്പൊ എനിക്കിത് കേട്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടു. നല്ല സബ്ജക്റ്റ് ആയിരുന്നു. നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും, ഇതിന്റെ 1 ലൈൻ കേൾക്കുമ്പോൾ തന്നെ ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ ഞാനതൊരു 4 പേരോട് പറഞ്ഞു നോക്കും. എന്നിട്ട് അവർക്കും അത് എക്സൈറ്റ്മെന്റ് തോന്നുന്നുണ്ടോ എന്ന് നോക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓക്കെ, അങ്ങനെയാണ് പ്രോജക്റ്റ് ഓൺ ആവുന്നത്. ഇതില് എത്ര പാട്ടുണ്ട്? ഇപ്പൊ 3 പാട്ട് റിലീസ് ആയിട്ടുണ്ടല്ലേ? ഇന്നലെ ആനയെ കൂടെ റിലീസായി. ഇതിൽ ആക്ച്വലി എത്ര സോങ്സ് ഉണ്ട് മൂവിയിൽ? ശരിക്കും 9 പാട്ടുണ്ട്. മ്യൂസിക് അല്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെ ട്രീറ്റ് ചെയ്ത് പോകുന്ന സോങ്ങുകളാണ്. അതെ. അല്ലാതെ സോങ് ആയിട്ട് തുടങ്ങി പിന്നെ സോങ്ങിന്റെ കുറെ വിഷ്വൽ അങ്ങനെയല്ല. അത് അങ്ങനെയുള്ളത് ആകെ ഏതൻ പൂവേൻ ആദ്യം ബാബുച്ചേന്റെ പാട്ട് വന്നതും പിന്നെ വേറെ സെക്കൻഡ് ഹാഫിൽ ഒരു പാട്ട് അല്ലെ. ബാക്കിയെല്ലാം സിറ്റുവേഷൻ സിറ്റുവേഷൻ സോങ് ആണ്. അല്ല ഇങ്ങനെ ജസ്റ്റ് ചെറുതായിട്ടൊക്കെ പോരും. 1 മിനിറ്റ് ഒക്കെ ഉണ്ടാവും. 2 മിനിറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെ അറിയുന്നില്ല. ഒരു പാട്ട് പോലെ തുടങ്ങി തീരുന്നില്ല. നമുക്കിനി ഒരു ചെറിയൊരു ഗെയിം. റാപ്പിഡ് ഫയർ ആണ്. അതെ, റാപ്പിഡ് ഫയർ. ഓക്കെ, റാപ്പിഡ് ഫയർ ആണ്. ഞാൻ ജസ്റ്റ് കുറച്ച് വേർഡ്സ് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറയും. ഇത് നിങ്ങളുടെ ഹാർട്ട് ഇങ്ങനെ ഫുൾ ഓഫ് ഹാപ്പിനെസ് ആക്കുന്ന കാര്യമാണെങ്കിൽ പിങ്ക് കാണിക്കാം. ഓക്കെ, ഡ്രെയിൻ ചെയ്യുന്ന കാര്യമാണെങ്കിൽ, ഇപ്പൊ ഹാർട്ട് ഡ്രെയിൻ ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ ബ്ലാക്ക് കാണിക്കാം. ഇതെടുത്ത് കളയട്ടെ. എന്നെ ഒന്നും ഡ്രെയിൻ ചെയ്യാറില്ല, ഫുൾ ഹാപ്പി ആണെന്ന്. ഓക്കെ ഓക്കെ, റെഡി? റെഡി. അപ്പൊ ഫസ്റ്റ് ട്രാവലിംഗ്. എനിക്ക് 2 കാണിക്കാൻ പറ്റും. എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. ബൈ. അങ്ങനെ പുറം ലോകം അധികം കണ്ടിട്ടില്ലേ? എക്സ്പോഷർ. എനിക്ക് അങ്ങനെ മറ്റേ നമ്മൾ ഈ സിനിമയിൽ കാണുന്ന വെച്ച് സോളോ ട്രിപ്പ് പോവുക, അതിൽ നിന്ന് ഒരു എനർജി വരിക, അതിൽ നിന്ന് എക്സ്പ്ലോർ ഫൈൻഡിങ് യുവർ സെൽഫ്, അതിനോടൊന്നും വലിയൊരു താല്പര്യമില്ല. ഐ ക്യാൻ സിറ്റ് അറ്റ് ഹോം ആൻഡ് ഫൈൻഡ് മൈ സെൽഫ്. സോ അപ്പൊ ട്രാവൽ ചെയ്യുമ്പോ എങ്ങനെയാ? യു ലൈക്ക് ടു ഗോ വിത്ത് ഫ്രണ്ട്സ്? നോ ഐ നെവർ ഐ മീൻ അങ്ങനെ ഒരു ഹാബിറ്റ് ഇല്ല എനിക്ക്. ട്രാവലിംഗ് ഹാബിറ്റ് ഇല്ല. ട്രാവൽ ചെയ്യാൻ വേണ്ടി ട്രാവൽ ചെയ്യുന്ന ഹാബിറ്റ്സ് ഇല്ല. കഴിഞ്ഞ തവണയൊക്കെ എവിടെയൊക്കെ പോയല്ലോ? അത് തീർത്ഥയാത്ര പോയതല്ലേ? തീർത്ഥയാത്രയൊക്കെ പോകും, പക്ഷെ ട്രാവലിംഗ് ഇഷ്ടമല്ല. ട്രാവൽ ചെയ്യാൻ വേണ്ടി ട്രാവൽ ഒരു ഡെസ്റ്റിനേഷനിൽ പോകണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോകും എന്നല്ല, അങ്ങനെയുള്ളൂ. പിന്നെ ഞങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ അങ്ങനെയൊക്കെ പോകുന്ന സോളോ ട്രിപ്സിനൊക്കെ പോകുന്നവരില്ലേ? അതുണ്ട്. ഞാൻ അങ്ങനെയല്ലാതെ എടോ, ഇത് നീലാകാശം പച്ചക്കറിച്ചോന്നൊന്നും അല്ല ചോദിച്ചത്. അതായത് എവിടെയെങ്കിലൊക്കെ യാത്രക്ക് പോകാൻ ഇഷ്ടമാണോ? സമ്മതിച്ചു എന്നൊക്കെ. ഓക്കെ, ട്രൈങ് ന്യൂ ക്വിസീൻസ്. വല്ല ഈ ഞണ്ടിന് മറ്റേ ക്രിക്കറ്റും പുഴുവും ഒക്കെ തന്നു കഴിഞ്ഞാൽ അല്ല, അത് വേണ്ട. ന്യൂ മീറ്റ് ഇല്ല. മീറ്റ് സെയിം ആയിരിക്കും, പക്ഷെ അതിന്റെ ടേസ്റ്റ് നോക്കാം. അഡ്വഞ്ചർ സ്പോർട്സ് Yeah. ചെയ്തിട്ടുള്ള അഡ്വഞ്ചർ സ്പോർട്സ് ഏതെങ്കിലും? ഒന്നുമില്ല. ഒരു കാലിൽ വെച്ചിട്ട് ഇങ്ങനെ കോളത്തിൽ ചാടി കളിക്കുന്നത് അല്ല തന്നെ. എനിക്ക് കോളേജില് മാസ്റ്റർ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അതില് നമ്മളെ കൊണ്ടുപോയി ബഞ്ചി ജമ്പിങ്ങും മറ്റേ റിവർ ക്രോസിങ്ങും മറ്റേ റാപ്ലിങ്ങും ഒക്കെ ചെയ്യിപ്പിച്ചു. ബഞ്ചി ജമ്പിങ് എല്ലാം ചെയ്യിപ്പിച്ചു. അത് ഇതുവരെ ഭയങ്കര പേടിയായിരുന്നു. ഇതൊരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ആയിരുന്നു കോളേജ്. നമ്മൾ MBA എടുക്കുമ്പോ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. അങ്ങനെ ചെയ്ത് ആ പേടി മാറി. അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതായിരുന്നു ചെയ്തപ്പോ? ഇഷ്ടപ്പെട്ടത് റിവർ ക്രോസിംഗ് ആയിരുന്നു ഇഷ്ടപ്പെട്ടത്. റിവർ ക്രോസിംഗ് എങ്ങനെ? ഭയങ്കര ഒഴുക്കുള്ള ഇതില്ലേ, അതിനകത്തൂടെ ക്രോസ് ചെയ്യാം. പേടിയാവും, കാണുമ്പോ തന്നെ പേടിയാവും. തെങ്ങുകളൊക്കെ ചെയ്യും. തലയൊക്കെ ഇടിക്കാറൊക്കെ ഇല്ലേ ആൾക്കാർ? അതെ, അത് ഇത് സേഫ്റ്റി. പിന്നെ ഒരുപാട് ഇതിന്റെ മുകളിൽ കയറെ കൂടെ ഒക്കെ ഇതിന്റെ മുകളിൽ കൂടെ പോയി വീണാ പോയി. ഫുൾ ഒരു അഡ്വഞ്ചറസ് സോൾ ആണ്. അപ്പൊ ഷെയ്നോ? അങ്ങനെ വലിയ കാര്യമായിട്ടൊരു അഡ്വഞ്ചർ എന്ന് പറയാനില്ല. എന്നാലും ഈ ഹിമാചലിൽ നിന്ന് ഒരു ബൈക്ക് എടുത്തിട്ട് ഈ കാസ ചന്ദ്രത്താൽ കാസ അങ്ങനത്തെ ഒരു റോഡ് ഉണ്ട്. അത് ഓഫ് റോഡാണ്. അത് ഇച്ചിരി പറഞ്ഞ എഡ്ജിലൂടെയൊക്കെ പോകണം, നേരെ വീണ കൊക്കെയാണ്, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു നല്ലൊരു റൈഡ് പോയിട്ടുണ്ട്.
ഇനി ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു അഡ്വഞ്ചർ സ്പോർട്ട് ഏതാ? മറ്റേ എന്താണ് ആ സാധനം, ആകാശത്തോട്ട് ചാടുന്ന സ്കൈ ഡൈവിംഗ് ഒക്കെ ചെയ്താൽ കൊള്ളാന്നുണ്ട്. സ്കൈ ഡൈവിംഗ് എനിക്ക് സ്കൈ ഡൈവിംഗ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ വെരി റീസെന്റ് എനിക്ക് പരിചയമുള്ള ഒരാൾ സ്കൈ ഡൈവിംഗ് ചെയ്യുന്ന വീഡിയോ വിഷ്വൽസ് കണ്ടിട്ട് ഐ വാസ് ലിറ്റിൽ സ്കേർഡ്. ഞാൻ ചെയ്യുമ്പോൾ ഒരു പക്ഷെ എനിക്ക് പേടി ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ നമുക്ക് അറിയാവുന്ന ഒരാൾ ഇത് ചെയ്യുന്നത് കാണുമ്പോൾ ഐ വാസ് നോട്ട് വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. നോ. അപ്പൊ ചെയ്തിട്ടുള്ള ഞാൻ ബഞ്ചി ജമ്പിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മറ്റേ നമ്മള് സിപ്പ് ലൈൻ അതൊക്കെ ചെയ്തിട്ടുണ്ട്. മറ്റേ കാള ഓടിച്ചിടുന്ന പരിപാടി ചെയ്താൽ കൊള്ളാന്നുണ്ട്. അത് എവിടെയാണത്? സ്പെയിനിലാണോ? സ്പെയിനില്. ക്ലൈമാക്സ് അല്ലേ? അത് ഭയങ്കര പക്ഷെ അതിനകത്ത് തന്നെ മറ്റേ തക്കാളിയുടെ ആക്ച്വലി ദുബായിൽ നമുക്ക് അത് റീക്രിയേറ്റ് ചെയ്യുന്ന പ്ലേസസ് ഉണ്ട്. അതങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ ആണോ? തക്കാളി കുറച്ചിട്ട് അതിന്റെ മുകളിൽ കൂടെ സ്ലൈഡ് ദുബായിലല്ല, മറ്റേ വേറൊരു സ്ഥലമുണ്ട്, അതാണ് ഏറ്റവും ഹയസ്റ്റ്. അവിടെ നിന്ന് ചെയ്യുമ്പോ എല്ലാം നല്ലത് ചെയ്യണം. ഏറ്റവും റിസ്ക് മീഡിയം പാടില്ല. ഓക്കെ, അടുത്തത് ഓഡിയൻസ് ഇന്ററാക്റ്റീവ് ഇന്റർവ്യൂസ്. ഓ, ഐ ലവ്. എനിക്ക് ഇഷ്ടം. എനിക്ക് ഇന്റർവ്യൂ വലിയ താല്പര്യമില്ല. അല്ലല്ല, ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ വലിയ ഇഷ്ടമല്ല അല്ലെ? നമ്മുടെ ജോലി ഇതല്ലല്ലോ, നമ്മുടെ ജോലി അഭിനയല്ലേ. അതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി അതാണ് വലിയ താല്പര്യമില്ല ആദ്യം. ലാസ്റ്റ് മിനിറ്റ് ട്രിപ്പ് ക്യാൻസൽ ആയി. അപ്പൊ എന്താവും? ലാസ്റ്റ് മിനിറ്റ് ട്രിപ്പ് ക്യാൻസൽ ആയ വിഷമോ? പ്ലാൻ ചെയ്യുന്നതാണെങ്കിൽ വിഷമാവും. പോണ്ടെന്ന് വിചാരിച്ച ട്രിപ്പാണെങ്കിൽ സന്തോഷമാവും. ഡിപ്പെൻസ്. ഓക്കെ, അപ്പൊ 2 hours in a socializing event. എന്റെ ദൈവമേ, എത്ര ടൈം താങ്ങും? ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് പിന്നെ ഓൺ സ്ക്രീൻ ആൻഡ് ഓഫ് സ്ക്രീൻ അഭിനയം. ഞാൻ അഭിനയത്തിന്റെ കാര്യമല്ല, അല്ലെങ്കിൽ അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണെങ്കിൽ 2 മണിക്കൂർ ഞാൻ ചിരിച്ചു തന്നെ ഇരിക്കും. ഞാൻ ഹാപ്പി ആയി തന്നെ ഇരിക്കും. നല്ലൊരു കാര്യമാണ്. മഴ മഴ കട്ടമാപ്പി, ഇഷ്ടമാണോ? മഴ ജോൺസൺ മാഷ് കട്ടമാപ്പി. അത് കാശുള്ളവർക്ക്, ഇല്ലാത്തവർക്ക് അത് ഭയങ്കര മഴ ഭയങ്കര പ്രശ്നമാണ്. ശരിയാ. മഴയത് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നനഞ്ഞ് ബൈക്ക് റൈഡ്. നനഞ്ഞ് ബൈക്ക് റൈഡ് കുറച്ച് ഡേഞ്ചറസ് അല്ലേ? അത് ചെറുപ്പം ഒരു ശീലമായി. സൈക്കിൾ ഓട്ടും. ഇപ്പൊ ട്യൂഷനൊക്കെ പോയി വരുമ്പോ മഴ പെയ്താലും സൈക്കിൾ ഓട്ടി തിരിച്ചു വരിക, അത് മഴ കൊണ്ടുവരിക. പിന്നെ മഴ പെയ്യുമ്പോഴത്തേക്കും ഇപ്പൊ സാധാരണ ബൈക്ക് എടുത്ത് ഇറങ്ങാറ്. എനിക്കിങ്ങനെ വെറുതെ ഇങ്ങനെ ശൂന്യതയിലോട്ട് നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മഴയൊക്കെ പെയ്യുമ്പോ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കും. എന്താ നോക്കിയിരുന്നിട്ട് എന്താ ആലോചിക്കുന്നതാണോ? അങ്ങനെ മഴ നനയുന്ന സ്പിരിച്വൽ ക്ലെൻസിങ് കൂടാന്നാ പറയുന്നത്. അല്ല, ആ സമയത്ത് ബീച്ചിൽ പോണം. എന്റെ പൊന്നു, വേറെ ലെവലാണ്. മഴയത്തൂടെ ഓടും. ഞാൻ ബീച്ചിലൊക്കെ പോയി അപ്പൊ ആരും ഉണ്ടാവില്ലല്ലോ, അപ്പൊ ഒരു ഓട്ടം കൊണ്ട് ഓടും. ചുമ്മാ കിടന്നോളൂ ബീച്ചിൽ ഓടാൻ നല്ല പാടാണ് വിചാരിക്കണമല്ല. നമ്മുടെ ഭയങ്കര സ്ട്രെങ്ത് വേണം. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീച്ചിൽ ആ സമയത്ത് പോയിരിക്കാനും. ഈ മഴ പെയ്യുമ്പോ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ നല്ല രസമാണ്. പക്ഷെ ഡേഞ്ചർ ആണ് പറയുന്ന. സ്വിമ്മിംഗ് പൂൾ ആണെങ്കിലും ബീച്ചാണെങ്കിലും ഡേഞ്ചറസ് ആണ്. ആക്ച്വലി നമ്മളെ സമ്മതിക്കാറില്ലല്ലോ അവിടെ. അങ്ങനെ ഇല്ല, ഞാൻ അല്ല അവിടെ ഉണ്ട്. അല്ല, എനിക്ക് അറിയാവുന്ന കുറച്ച് പ്രൈവറ്റ് ബീച്ചൊന്നും അല്ല, എന്നാലും അധികം ആൾക്കാർ കൂടാത്ത ബീച്ചൊക്കെ ഉണ്ട്. ചെറിയ ബീച്ചൊക്കെ വൈപ്പിനായ ഏരിയയിലുണ്ട്. Going out with friends. ഇത് അൺഎക്സ്പെക്ടഡ് ആണ്. ഫ്രണ്ട്സ് ഇല്ല, അതുകൊണ്ടാണ്. സത്യം ഐ ഡോണ്ട് ഹാവ് അങ്ങനെ ഭയങ്കരമായ ഫ്രണ്ട്സ് ഒന്നുമില്ല. ഒരാളും മതിയില്ല. ഐ എം ഗുഡ് വിത്ത് പീപ്പിൾ. ഈ ആൻസർ ഞാൻ കേട്ടിരുന്നു. ഡിപ്ലോമാറ്റിക് ആൻസർ ഞാൻ കേട്ടു. ദിസ് ഇസ് നോട്ട് ഡിപ്ലോമാറ്റിക്, ദിസ് ഇസ് ജസ്റ്റ് മീ. എല്ലാവരോടും നന്നായിട്ടൊക്കെ സംസാരിക്കാം. ഐ എം വെരി ഗുഡ് വിത്ത് പീപ്പിൾ. പക്ഷെ ഐ ഡോണ്ട് ഹാവ് ലൈക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഓർ ഗുഡ് ഫ്രണ്ട്സ്, people I can go out with. So കൂടുതലും who do you speak to, like if you have to confide in something? I don't. Mom, എനിക്ക് dad.
അമ്മയോടും അച്ഛനോടൊക്കെ സംസാരിക്കും, പക്ഷെ ഐ ഡോണ്ട് നീഡ് എ സെക്കൻഡ് പേഴ്സൺ ടു, അതിന്റെ ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. നമ്മുടെ പ്രശ്നങ്ങൾ പറയാനോ അല്ലെങ്കിൽ സമാധാനിപ്പിക്കാനോ ഒരാൾ Full വേണം. self-love. Self-love ambassador. യെസ്. Okay. So being at home alone. അലോൺ വിത്ത് മൈ പെറ്റ്സ്. Pets ഉണ്ട്? എത്ര എണ്ണം? ആരൊക്കെ? 2 എണ്ണം. 2 ഡോഗ്സ് ഉണ്ട്, പൂച്ചകളൊക്കെ ഉണ്ട്, പക്ഷികളുണ്ട്. അപ്പൊ ഷെയ്ന് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമാണ്. നൈസ്. എനിക്കിഷ്ടമല്ല. അല്ല, അല്ല. മക്കളൊക്കെ ഉണ്ടാവും, മക്കളില്ലാതെ എങ്ങനെ ഇരിക്കാൻ പറ്റും? എനിക്ക് പിള്ളേരും എല്ലാരും വേണം. എനിക്ക് ട്രാവൽ ചെയ്യുമ്പോഴും അതെ, എല്ലാരും ഉള്ള. ഇപ്പൊ തന്നെ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് പറയൂ, പിള്ളേരുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ നല്ലോണം എൻജോയ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞോണ്ടിരിക്കും ചേച്ചി. ഭയങ്കര ക്ലോസ് ആണോ മക്കളുമായിട്ട്? മക്കളായിട്ടൊന്നല്ല, എല്ലാരുമായിട്ടും ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. ഫുൾ ലൈക്ക് ഇങ്ങനെ ജോയിന്റ് ഫാമിലി എല്ലാരും കൂടെ ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്ന അങ്ങനത്തെ ഒരു വൈബാണ് ഇഷ്ടം അല്ലേ? അതെ. ഓക്കെ നൈസ്. യു ഡോണ്ട് ഹാവ് ഇന്റർനെറ്റ് കണക്ഷൻ. എനിക്കത് കുഴപ്പമില്ല, സന്തോഷമല്ല എനിക്ക്. If I am somewhere alone, അങ്ങനെയുള്ള അവസ്ഥയില് എനിക്ക് ഇന്റർനെറ്റ് വേണം. കാരണം ഞാൻ എന്റെ ഫാമിലിയായിട്ട് എപ്പോഴും കണക്റ്റഡാ. അവർ ഭയങ്കരമായിട്ട് പേടിക്കും. കുറച്ചു നേരം പോലും ഞാൻ എന്റെ വെയർഅബൌട്ട്സ് എന്താന്നുള്ളതും ഞാൻ എവിടെയാന്നുള്ളതും അത് എനിക്കും ഭയങ്കര പ്രശ്നമാണ്. ഞാൻ അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എവിടെയാണ് എന്താണെന്നുള്ളത് വീട്ടിൽ അറിയിച്ചില്ലെങ്കിൽ അവരെക്കാളും എനിക്ക് ടെൻഷനാണ്. സോ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് വേണം. എന്റെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ആവശ്യമില്ല. And being papped frequently. Being Papped frequently. papped. പാപ്ഡ് എന്ന് വെച്ചാൽ പാപ്പരാസി. പാപ്പരാസി അല്ലേ? Being papped frequently. ഇഷ്ടമല്ല. എനിക്കിഷ്ടമല്ല അഭിനയിക്കാത്തത്. അല്ല അപ്പൊ ബ്ലാക്ക് ഈ പാപ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞത് സാധാരണ ജനങ്ങളോടൊന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ സാധാരണ എന്നോട് മിണ്ടാൻ പറ്റിയൊന്നും എനിക്ക് പ്രശ്നമില്ല. ഈ ക്യാമറ എടുത്തോണ്ട് വന്നിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നവരോട് പ്രശ്നമുള്ളൂ. ബാക്കി നമ്മുടെ പ്രൈവറ്റ് സ്പേസിൽ ഇന്റർവ്യൂ ചെയ്യുമ്പോ അല്ല. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഇത് ചിന്തിച്ച് കാണിക്കണം ഈ ഇന്റർവ്യൂ. വാവ്, അത് ഞങ്ങൾ ഡിപ്ലോമാറ്റിക് ആയതല്ല, നല്ലതായിരുന്നു ശരിക്കും, സത്യമായിട്ട് നല്ലതായിരുന്നു. താങ്ക് യു. അപ്പൊ മൂവിക്ക് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you.